പറയുന്നേ കോടതി വളപ്പിൽ വെച്ചും റോഡിൽ വെച്ചും ഒക്കെ ഉണ്ടായ അപമാനം പോരായിരിക്കും. ഇനി കോളേജ് സ്റ്റുഡൻസിനെ കൂടി കേൾക്കണോ? അതുകൊണ്ട് പഠിത്തം നിർത്താനാണോ ചേച്ചിയുടെ പ്ലാൻ? അതല്ല മോളെ, കാലാവസ്ഥ കുറച്ചുകൂടി അനുകൂലമായിട്ട് ഇങ്ങനെ പോയാൽ അതൊരിക്കലും അനുകൂലമാവില്ല. രണ്ടും കൽപ്പിച്ചിറങ്ങി തിരിച്ചാലേ രക്ഷയുള്ളൂ. അതാ മോളെ ശരി. ഈ സംഭവത്തിന് ശേഷം ആദ്യമായിട്ട് ചെല്ലുമ്പോ കുറച്ച് കളിയാക്കലൊക്കെ ഉണ്ടാവും. നമ്മളെ മനസ്സിലാക്കിയിട്ടുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നും കളിയാക്കില്ല. പിന്നെ വില്യത്തിൻ്റെയും ആലീസിൻ്റെയും കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരെന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും. പറഞ്ഞാലും എത്ര കാലം പറയും? കൂടിയാൽ 1-2 ദിവസം. പിന്നെ പറയുന്നവർ തന്നെ താനേ മടുക്കും. ജീവിതം സാധാരണ നിലയിലാവുകയും ചെയ്യും. അത് മാത്രമല്ല ചേച്ചി, നമ്മളെ വീട്ടുതടങ്കലിലാക്കിയവർ അറിയണമല്ലോ. ഇതുകൊണ്ട് നമ്മളങ്ങ് തളർന്നു പോയില്ലാന്ന്. പക്ഷേ കോളേജിലേക്ക് കയറുന്നതോർക്കുമ്പോ വല്ലാത്തൊരു... ഒന്നുമില്ല മോളെ, മോള് കുറച്ചുകൂടെ ബോൾഡായാ മതി. നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇനി ആരെ ഭയപ്പെടാനോ? ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ അച്ഛാ. ഇനിയിപ്പോ കോടതി വിധി കൂടി വന്നിട്ട് നമുക്ക് കോളേജിലേക്ക് പോയാ പോരെ. ആരുടെ മുൻപിലും തല കുനിക്കേണ്ട ആവശ്യമില്ലല്ലോ. മോൾ എന്ത് പറയുന്നു? അത് മതി ദേവു. വിധി വരാൻ ഇനി അധിക ദിവസമൊന്നുമില്ലല്ലോ. ശരി, പക്ഷേ വിധി വന്നു കഴിഞ്ഞും ഇതേ രീതി തുടരരുത്. ഇല്ല, വിധി നമുക്ക് അനുകൂലമാണെങ്കിൽ അടുത്ത ദിവസം തന്നെ നമുക്ക് കോളേജിലേക്ക് പോകാം. അപ്പൊ അങ്ങനെ തീരുമാനിക്കാം അല്ലേ? അതെ അച്ഛാ. നോവലൊക്കെ ഗംഭീര കവർ പേജോടെ പബ്ലിഷ് ചെയ്യാൻ റെഡി ആയിരിക്കുക. ആഹാ, ദാ നോക്കിയേ. ആ എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. നോവൽ വിറ്റഴിയാനും നോവലിസ്റ്റ് പ്രസിദ്ധനാവാനും നല്ല പബ്ലിസിറ്റി ആവശ്യമുണ്ട്. പ്രശസ്തനായ ഏതെങ്കിലും സാഹിത്യകാരനെ കൊണ്ട് വേണം പുസ്തക പ്രകാശനം നടത്താൻ. സ്ഥലവും സമയമൊക്കെ നമുക്ക് പിന്നീട് ഫിക്സ് ചെയ്യാം. പത്രങ്ങളിലൂടെ തന്നെക്കുറിച്ചും തൻ്റെ കനലാട്ടത്തെക്കുറിച്ചും നല്ലൊരു റൈറ്റപ്പ് കൊടുക്കണം. നന്ദിയുണ്ട് സർ. ഒരു പുതുമുഖം കഥയുമായിട്ട് വരുമ്പോൾ വായിക്കാൻ പോലും മെനക്കെടാത്തവരാണ് സാറിനെ പോലുള്ളവരിലധികവും. അക്കൂട്ടത്തിൽ സാർ ഒറ്റപ്പെട്ടു നിൽക്കുന്നു. കഥയുമായി ആരെന്നെ സമീപിച്ചാലും അവരെ ഞാൻ നിരാശരാക്കാറില്ല. ശാന്തമായിരുന്നു ഒക്കെ വായിക്കും. ഇഷ്ടമായില്ലെങ്കിൽ തന്നതുപോലെ തിരിച്ചു കൊടുക്കും. ഇഷ്ടമായാൽ അത് ഏറ്റെടുക്കുകയും ചെയ്യും. ശിവനെപ്പോലെ എത്രയെത്ര നോവലിസ്റ്റുകളെ ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നു MC ബുക്സ്. പിന്നെ ഒരു നേട്ടമുണ്ട് കേട്ടോ. ഉയർന്നു പോയി കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കുന്ന സ്വഭാവം ഇവരിൽ പലർക്കും അറിയില്ല. ഒന്ന് കിട്ടുമ്പോൾ അതിലും വലുത് വെട്ടിപ്പിടിക്കാനാ എല്ലാവർക്കും മോഹം. എന്നെ ആ ജനസ് പെടുത്തണ്ട സർ. MC ബുക്സിനെയും അതിൻ്റെ MD ആയ സാറിനെയും എനിക്ക് മറക്കാനാവില്ല. ഞാനെന്ന നോവലിസ്റ്റിന് അസ്തിത്വം നൽകിയ സാറാണ്.
അതൊരു കടമയായിട്ട് തന്നെ എന്നും നിലനിൽക്കും. അറിഞ്ഞിടത്തോളം ശിവൻ നല്ലൊരു സാഹിത്യകാരൻ മാത്രമല്ല, നല്ലൊരു മനുഷ്യസ്നേഹി കൂടിയാണെന്ന് ഞാൻ കരുതുന്നു. നോവൽ വായിച്ച് ആസ്വദിക്കുന്ന സ്വഭാവം എനിക്കില്ല. എങ്കിലും ശിവന്റെ കനലാട്ടം ശ്രദ്ധയോടെ ഞാൻ വായിക്കും. ഏറെക്കാലത്തെ എൻ്റെ സ്വപ്നമായിരുന്നു ഈ നോവൽ. എൻ്റെ ഏറ്റവും ശക്തമായ രചന. ഇനി ഇങ്ങനൊന്നും ഉണ്ടാവാൻ നാളുകൾ കാത്തിരിക്കണം. ശിവനെ സമ്മതിക്കണം. പഠിത്തത്തിനിടയിലും ഇതിനൊക്കെ എവിടുന്ന് സമയം കണ്ടെത്തുന്നു? അതൊരു വലിയ കഥയാണ് മോളെ. പറഞ്ഞാലും തനിക്ക് മനസ്സിലാവില്ല. ഈ കോപ്പി ഞാൻ എടുക്കുന്നതിൽ വിരോധമില്ലല്ലോ. എന്ത് വിരോധം? ഇത് തനിക്കായിട്ട് തന്നെ ഞാൻ കൊണ്ടുവന്നത്. MC ബുക്സിന്റെ MD കഴിഞ്ഞാൽ പിന്നെ ഈ നോവൽ വായിക്കുന്ന ആദ്യ വായനക്കാരിയാ ആലിസ്. വലിയ എഴുത്തുകാരനാവുമ്പോ ഇന്റർവ്യൂലൊക്കെ ഇത് പറയണം. ദേവയാനിയുമായി സൗഹൃദത്തിലായിരുന്നെങ്കിൽ ഉറപ്പായും എന്റെ സ്ഥാനം അവൾക്കായിരുന്നെന്നെ. കഥാകാരിയാവുമ്പോ എന്നെ പോലല്ലോ. വായിച്ചു കഴിഞ്ഞാ കുറെ അഭിപ്രായമൊക്കെ അറിയാം. എന്താ ശരിയല്ലേ? ശിവനെന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. അതല്ല, ദേവയാനിയെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു നിമിഷം മനസ്സൊന്ന് ചാഞ്ചാടിപ്പോയി. ഇപ്പോഴും സാഹിത്യം ഉള്ളിക്കിടന്ന് തിരയടിക്കുന്നുണ്ടോ? മതി, നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. ഓക്കേ. സാറിന്റെ മക്കൾ നിരപരാധികളാണെന്ന കാര്യം ഉറപ്പാ. പക്ഷേ അതിനിടയിൽ വലിയൊരു നിയമപ്രശ്നം കിടക്കുന്നുണ്ട് സർ. കല്യാണിയും ദേവയാനിയും ലഞ്ച് ബ്രേക്കിന് കോളേജിന് പുറത്തു പോയിരിക്കുന്നത്. അതും സാറിന്റെ അറിവോടെയല്ല പോയതെന്ന് അവർ കോടതിയിൽ സമ്മതിച്ചിട്ടുണ്ട്. കോളേജിൽ നിന്ന് ശിവപുരം ബംഗ്ലാവ് വരെ ഏകദേശം അരമണിക്കൂർ ഓട്ടോയിൽ യാത്ര ചെയ്യണം. എന്നുവെച്ചാൽ അവിടെ പോയിട്ട് തിരികെ കോളേജിലെത്താൻ 1 മണിക്കൂർ വേണമെന്നർത്ഥം. ഇനി അവർ നോവലിന്റെ ചർച്ചയ്ക്ക് പോയതാണെന്നിരിക്കട്ടെ. ചർച്ചയൊക്കെ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഉറപ്പായും ക്ലാസ് തുടങ്ങിയിട്ടുണ്ടാവും. ക്ലാസ് ടൈമിൽ അച്ഛനറിയാതെ അന്യപുരുഷന്റെ കൂടെ പോയി എന്നുള്ളത് കോടതിക്ക് പരിഗണിക്കാവുന്ന കുറ്റമാണ്. പോരാത്തതിന് ഒന്നാം സാക്ഷിയായ ശിവൻ തന്നെ കല്യാണിയും ദേവയാനിയും ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോകുകയായിരുന്നു എന്ന് കോടതിയിൽ മൊഴി നൽകിയിട്ടുണ്ട്. വാസ്തവത്തിൽ തിരിച്ചാ സംഭവിച്ചത്. എന്റെ കുട്ടികളെ പറഞ്ഞു മയക്കി അവനെ കൊണ്ടുപോയത്. അത് നമുക്കറിയാവുന്ന സത്യം. കോടതിക്ക് മുന്നിൽ വരുന്ന തെളിവുകളെ കോടതി പരിഗണിക്കൂ. ഇപ്പം നമുക്ക് അനുകൂലമായി ആരും സാക്ഷി പറയാനില്ല. അതാ സ്ഥിതി. പോലീസ് ഉൾപ്പെടെ എല്ലാവരും മറുപക്ഷത്തായിപ്പോയി. അതുകൊണ്ട് എന്റെ മക്കള് സാർ ഇന്നല്ലേ സംഭവത്തിന്റെ ഡീറ്റെയിൽസ് എനിക്ക് തന്നത്. ഇനി ഇതെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ട് എവിടെയെങ്കിലും ഒരു പഴുതുണ്ടോ നോക്കണം, കേസ് നമുക്ക് അനുകൂലമാക്കാൻ. ഓർക്കാപ്പുറത്ത് കിട്ടിയ അടിയായി പോയി പപ്പ. ഇനി എന്റെ കുട്ടികൾക്ക് ജയിൽ ശിക്ഷ കൂടി കിട്ടിയാല്. ഞാൻ ഒരിക്കലും എന്റെ കക്ഷികൾക്ക് അമിത ആത്മവിശ്വാസം കൊടുക്കാറില്ല. കോടതി വിധിക്കും എത്രയോ മുന്നേ നമ്മുടെ വിധി കുറിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് വരുന്നതെന്തായാലും നമ്മളതിനെ സ്വീകരിച്ചേ മതിയാവൂ. കോടതിയിലെ അടുത്ത വാദപ്രതിവാദം കൂടി കഴിഞ്ഞ് എന്തെങ്കിലും ഉറപ്പ് തരാൻ കഴിയൂ സർ. പിന്നെ പ്രാർത്ഥിക്കുക, ഈശ്വരൻ എന്തെങ്കിലും ഒരു തെളിവ് നമുക്കായി മാറ്റിവെക്കാതിരിക്കില്ല. ചായ. മോളുടെ പേരെന്താ? പേര് പറമോളെ. പാറു. പാറു നല്ല പേരാണല്ലോ. പാർവതി എന്ന പേര് പാറു പാറു വിളിച്ച് അവളും അങ്ങനെ പറയാറ്. ഇപ്പൊ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും വളർന്നു വരുമ്പോ പാറു എന്ന് വിളിക്കുന്നത് കുറച്ചിലായിട്ട് തോന്നും. മോൾ എത്രയിലാ പഠിക്കുന്നേ? 5th സ്റ്റാൻഡേർഡ്. നന്നായി പഠിക്കുന്നുണ്ടോ? മിടുമിടുക്കിയ കേട്ടോ. പപ്പ, ഞാൻ ഇറങ്ങട്ടെ. കുട്ടികളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം പപ്പേട്ട. എന്ന് തന്നെ എന്റെ ആഗ്രഹം. പക്ഷേ എന്താ പപ്പേട്ട? തെളിവുകൾ മുഴുവൻ എതിരാ. അതുകൊണ്ട് കുട്ടികൾ രക്ഷപ്പെടുമെന്ന പ്രതീക്ഷ കൊടുത്തില്ല ഞാൻ. അമിത വിശ്വാസം കൊടുത്തിട്ട് കേസ് കൈവിട്ടു പോയാ അത് താങ്ങാനാവില്ല മേനോൻ സാറിന്. ഇപ്പൊ തലകുനിച്ച്
ആരെയും ഫേസ് ചെയ്യാൻ വയ്യാതെ തളർന്നിറങ്ങിപ്പോയ ആ മനുഷ്യനുണ്ടല്ലോ, ഒരു സമയത്ത് ക്യാമ്പസിന്റെ പേടി സ്വപ്നമായിരുന്നു. മേനോൻ സാറ് വരുന്നെന്ന് പറഞ്ഞ ഞങ്ങളുടെയൊക്കെ മുട്ടുവരയ്ക്കും. ഇപ്പൊ എന്റെ മുന്നിൽ വന്ന് യാചനയുമായി നിൽക്കുന്ന ആ മനുഷ്യനെ കാണുമ്പോ അറിയാതെ കണ്ണു നിറഞ്ഞു പോകുക. മനുഷ്യന്റെ ഒരവസ്ഥകള്. മൂന്തേട്ട, ഞാൻ മൂന്തേട്ടനൊന്ന് കാണാനിരിക്കുകയായിരുന്നു. മൂന്തേട്ടൻ കേരളദേശത്ത് എഴുതുന്ന ലേഖനം അസ്സലാവുന്നുണ്ട്. ഞാൻ എഴുതുന്ന ലേഖനമോ? അതെ, മൂന്തേട്ടനല്ലേ കേരളദേശത്തിൽ എഴുതുന്നത്. തന്നെ പോലെ തന്നെ പലരും എന്നോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്നാൽ ആരാണ് ആ ലേഖനം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതാ സത്യം. ആരെഴുതിയാലും ശരി, ലേഖനത്തിൽ അലക്സാണ്ടർ പേട്ടയെ നന്നായി കുടയുന്നുണ്ട് കേട്ടോ. അയാളെ നിലയ്ക്ക് നിർത്താൻ ആരെങ്കിലും ഒക്കെ വേണ്ടേടോ. എന്നാ ശരി. ഓ, വരുന്നുണ്ട്. നീ ഇങ്ങോട്ട് ഇറങ്ങിക്കോ. ശരി. ആരാ നിങ്ങള്? പത്രത്തിൽ കൂടി മാന്യന്മാരെ ആക്ഷേപിക്കുന്ന വിപ്ലവകാരി. ഇത് പഴയ കാലമാണെന്ന് വിചാരിച്ചോടാ കിളവാ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിന്റെ വല്ലത് വേട്ട കുടുംബത്തെ പറ്റി നീ പത്രത്തിൽ എഴുതലടാ. മുതലാളി പറഞ്ഞനുസരിച്ച് ഇപ്പൊ നിന്റെ കൈ ഇനി ആവർത്തിച്ച നിന്റെ തല ഇനി മേലാൽ നമ്മുടെ കൈ ചലിക്കണം. നാളെ കോടതിയിൽ കേസെടുക്കുന്ന കാര്യം ഓർത്തിട്ട് ബാക്കിയുള്ളവരുടെ ചങ്കിടിച്ചിരിക്കുക. നീ ഇതെങ്ങനെ മനസ്സമ്മതത്തോട് ബുക്ക് വായിക്കുന്നത് മോളെ? ഒന്നുകിൽ കേസ് അനുകൂലാവും, അല്ലെങ്കിൽ പ്രതികൂലാവും. രണ്ടിലൊന്നും സംഭവിച്ചാൽ മതിയാവും. അപ്പൊ പിന്നെ അതോർത്ത് ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? ഏതായാലും നിന്റെ മനക്കെട്ട് സമ്മതിക്കണം. ഹലോ, മേനോൻ സാറിന്റെ വീടല്ലേ? അതെ. അദ്ദേഹത്തിന് കൊടുക്കാവോ? ഒരു മിനിറ്റ്. അച്ഛാ, അച്ഛന്റെ ഫോൺ. ആരാ മോളെ? അറിയില്ല. ഹലോ, ഞാൻ വിളിച്ചത് ഒരു അത്യാവശ്യ കാര്യം പറയാനാ. സാറിന്റെ സുഹൃത്ത് മോഹൻദേട്ടനെ ചില ഗുണ്ടകൾ ചേർന്ന് റോഡിലിട്ട് തല്ലി. പേടിക്കാനൊന്നുമില്ല സാർ. സിറ്റിക്കടുത്തുള്ള SN ഹോസ്പിറ്റലിൽ മുകുന്ദനെ ഇപ്പൊ അഡ്മിറ്റ് ചെയ്തിരിക്കുക. സാർ ഉടനെ അങ്ങോട്ട് വരണം. ഹലോ, ഹലോ. എന്താ മാഷേ? മുകുന്ദേട്ടനെ കുറെ ഗുണ്ടകൾ ചേർന്ന് തല്ലിയത്രേ. എന്നിട്ട് ഇപ്പൊ SN ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. ഞാനിങ്ങോട്ട് പോവാ. എനിക്ക് ഉടനെ മുകുന്ദേട്ടനെ കാണണം. അത് മാഷേ, ഈ രാത്രിയില്. അതെ അച്ഛാ, രാത്രിയിൽ എവിടേക്ക് പോണ്ട എന്ന് പറഞ്ഞാ എങ്ങനെയാ? രാത്രിയാണോ പകലാണോ നോക്കിയിട്ട് കാര്യമില്ല. എന്റെ മുകുന്ദേട്ടനാ ഹോസ്പിറ്റലില്. എനിക്ക് പോയാൽ മതിയാവും. അതുകൊണ്ടല്ല അച്ഛാ, ഞങ്ങൾ ഒരു ട്രാപ്പിൽ ചെന്ന് ചാടിയിട്ട് അധിക ദിവസം ആയില്ല. അതുപോലെ മുകുന്ദമാമയ്ക്ക് അപകടം പറ്റിയെന്നും പറഞ്ഞ് ആരെങ്കിലും ചതിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പറയാൻ പറ്റില്ല അച്ഛാ. പോരാത്തതിന് നാളെ കോടതിയിൽ കേസെടുക്കുന്ന ദിവസമാണല്ലോ. ദേവ് പറഞ്ഞതിനും കാര്യമുണ്ട് മാഷേ. ഉള്ളു നിറയെ പകയുമായി നടക്കുന്നവരാ. ചെയ്തതൊന്നും മതിയായിട്ടുണ്ടാവില്ല. ശരി, എന്നാ ഒരു കാര്യം ചെയ്യാം. നമുക്ക് SN ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിളിക്കാം. അപ്പൊ കേട്ടത് സത്യമാണോന്ന് അറിയാലോ. ദേവു, നീ ആ ഡയറക്ടർ നോക്കി നമ്പർ ഒന്ന് എടുത്തു വയ്ക്കേ. ശരി. അപ്പോഴേക്കും അച്ഛൻ ഡ്രസ് മാറി വരാം.
കേട്ടത് സത്യമാണെങ്കിലും പോകുന്നെങ്കിൽ തനിച്ചു പോകണ്ട. കൂട്ടിനാ ഗോപാലേട്ടനെ കൂടെ വിളിക്ക്. അതിപ്പോ മാഷ് വിളിച്ച ഗോപാലേട്ടൻ വരും. ആ ശരി. ദേവു, നമ്പർ കിട്ടിയ മോളെ? ഓ അച്ഛ. ആ എത്രയാ പറഞ്ഞേ? 262 262 3303. 3303. ഹലോ. ഹലോ, അവിടെ മുകുന്ദൻ ഒരാളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? മുകുന്ദന് നോക്കട്ടെ. ഇന്ന് രാത്രി അഡ്മിറ്റ് ആയ പേഷ്യന്റ് അല്ലേ? ആ അതെ. കാഷ്വാലിറ്റിയിലായിരുന്നു, ഇപ്പോൾ റൂമിലേക്ക് കൊണ്ടുപോയി. കേട്ടോ സത്യ, ഞാൻ പോയിട്ട് വരാം. മാഷേ, ഗോപാലേട്ടനെ വിളിക്കാം. നടക്കില്ല. ഈശ്വര, കാത്തോളണേ. എഴുതാൻ പേന പിടിക്കുന്ന കൈ തന്നെ അടിച്ചൊടിച്ചത്. കുറെ കാലമായി അയാൾ എന്നെ ടാന കളിപ്പിക്കുകയാണ്. ഇനി ആ കൈ കൊണ്ട് ആരെക്കുറിച്ച് ഒന്നും എഴുതാൻ പാടില്ല. അയാൾ എനിക്കെതിരെ പ്രതികരിച്ചപ്പോഴൊക്കെ ഞാൻ അടങ്ങിയിരുന്നിട്ടേ ഉള്ളൂ. അതിനതിന് അയാൾ കയറിയങ്ങ് മേയുമല്ലയോ. അയാൾ ഒറ്റത്തടിയായി പോയതാണ് ഇതിനെല്ലാം കുഴപ്പം. ഇവർക്കൊക്കെ കുട്ടികളും കുടുംബവും ഉണ്ടായിരുന്നെങ്കിൽ അവർക്കിട്ട് വല്ലതും ചെയ്യാമായിരുന്നു. അവനവന് കിട്ടുന്നതിനേക്കാൾ വേദന അല്ലോടോ സ്വന്തം ഭാര്യയ്ക്കും കുട്ടികൾക്കും കിട്ടുന്നത്. അതില്ലാതെ പോയത് നമ്മുടെ ഭാഗ്യക്കേട്. വലതുകൈയുടെ സ്വാധീനം പോയെന്ന് കരുതി എഴുത്ത് നിർത്തുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ പറഞ്ഞു കൊടുത്ത് എഴുതിച്ചു കളയും. എങ്കിൽ ആ നാവിയാനരിയും. കേരള ദേശത്തിൽ അയാളുടെ ലേഖനം ഇനി വരാൻ പാടില്ല. അതെനിക്ക് നിർബന്ധമാ. അല്ല, നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയാലോ മുതലാളി? പോണോ? പോണെങ്കിൽ പോകാം. വേണ്ട മുതലാളി, ഗുണ്ടകളെ അയച്ചത് നമ്മളാണെന്ന് അയാൾക്ക് നല്ലപോലെ അറിയാം. കൂടുതൽ അയാളെ ചൊടിപ്പിക്കണ്ട. ഭരണം മാറി വന്ന ചിലപ്പോ പഴയ വിപ്ലവകാരികളെല്ലാം കൂടെ ഒത്തുചേരും. അത് നമുക്ക് ഗുണം ചെയ്യില്ല. അതെ കുട്ടി, കുറച്ചു മുമ്പ് അഡ്മിറ്റായ മുകുന്ദൻ എന്ന പേഷ്യന്റ് റൂം നമ്പർ 103. അതെവിടെയാ? ഇതുവഴി പോയാ മതി. അല്ല, നിങ്ങളിതെങ്ങനെ അറിഞ്ഞു? ഒക്കെ പറയാം. മുകുന്ദേട്ടൻ ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇരിക്കുവോ വല? ഇരിക്കേ. താനത് എങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞില്ല. പേര് വെളിപ്പെടുത്താത്ത ഒരാളാ എന്നെ വിളിച്ചു പറഞ്ഞത്. ഞാൻ കരുതി മുകുന്ദേട്ടൻ പറഞ്ഞിട്ടായിരിക്കുന്ന. ഏയ്, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. വിളിച്ചു പറഞ്ഞത് ആരായാലും വിവരം അറിഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം. എന്താ മുകുന്ദേട്ട ഉണ്ടായത്? ആരായി ചതി ചെയ്തത്? പഴയ ശത്രുക്കളല്ല, അവരൊക്കെ ഇപ്പൊ എന്റെ നല്ല സുഹൃത്തുക്കളാ. ഇത് ഈ 60-ാം വയസ്സിൽ എനിക്കൊരു പുതിയ ശത്രു ഉണ്ടായിരിക്കുന്നു. അലക്സാണ്ടർ പേട്ട എന്ന പേര്. എനിക്കറിയായിരുന്നു അയാൾ അതിന്റെ പിന്നിലെന്ന്. എന്റെ പ്രതാപകാലത്താണ് ഇത് സംഭവിച്ചതെങ്കിൽ അലക്സാണ്ടർ പേട്ടയുടെ തല പിന്നെ കാണില്ല. പക്ഷെ ഇപ്പോ അതിന് കഴിയില്ല. എനിക്ക് സഹായിക്കാൻ പിന്നിൽ അണികളില്ലാത്ത കൊണ്ട് ശബ്ദിക്കാതിരിക്കുന്ന ആ ബുദ്ധി. മുകുന്ദേട്ടനും ഇല്ലേ കുറച്ചൊക്കെ സ്വാധീനം? ആ സ്വാധീനം ഉപയോഗിച്ച് ഇയാളെ നിലയ്ക്ക് നിർത്തിയാലെന്താ? അലക്സാണ്ടറെ നിലയ്ക്ക് നിർത്താൻ സ്വാധീനം മാത്രം പോരാ ഗോപാല, പണവും വേണം. അതെന്റെ ഈ തീരെ ഇല്ല. എന്നെ സഹായിച്ചതിന്റെ പേരില്ല മുകുന്ദേട്ടൻ ഇപ്പോ. കേരളദേശത്തിൽ ലേഖനം എഴുതുന്ന സ്വന്തം ലേഖൻ മുകുന്ദേട്ടൻ. യഥാർത്ഥത്തിൽ മുകുന്ദേട്ടൻ തന്നെയാണോ ആ സ്വന്തം ലേഖകൻ?